ഹലോ കൂട്ടുകാരെ, ഇത് കണ്ടോ? ഇതൊരു വാഴക്കൂമ്പ് അഥവാ വാഴച്ചുണ്ടെന്നും വാഴപ്പൂവെന്നും ഒക്കെ പറയും. ഇതിന്ന് ഞങ്ങൾ ഒടിച്ച് തോരൻ വയ്ക്കാൻ പോവാണ്. ഇതൊരു ചാരപ്പൂവൻ വാഴയുടെ ഒരു കൂമ്പാണ് നിൽക്കുന്നത്. ആ കൂമ്പ് ഒടിക്കുന്ന പടമാണ് ഈ കാണുന്നത്. ബിനു വാഴക്കൂമ്പ് ഒടിച്ചുകൊണ്ട് വന്നു. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി ഇത് ബിനു തോരൻ വയ്ക്കാൻ പോവുകയാണ്. അന്നേരം അരിയുന്നതൊക്കെ കാണിക്കാം. പിന്നെ ഇതിൻ്റെ കുറച്ച് മുകളിൽ നിന്ന് കുറച്ചെടുത്ത് ഇളക്കി മാറ്റും. പിന്നെ ഇൻസൈഡിലുള്ള പാർട്ടാണ് തോരൻ വയ്ക്കുന്നത്. കൂമ്പ് ഇങ്ങനെയാണ് കൊത്തി അരിയുന്നത്. ഞങ്ങളിങ്ങനെയാണ് അരിയുന്നത്. പലരും പല വിധത്തിലായിരിക്കും. ഇതിനെയും അരിഞ്ഞു കഴിഞ്ഞ് കുറച്ച് എണ്ണ പുരട്ടി ഇങ്ങനെ വെക്കുന്നതായിരിക്കും. ഇത് വാഴക്കൂമ്പിൽ നിന്ന് അടത്തിയ പൂവാണ്. ഇതും തോരൻ വെക്കാൻ നല്ലതാണ്. ഇത് അരിഞ്ഞ് അതിനകത്തിടാനാണ്. കൂമ്പ് തോരന് ഫ്രഷ് കോക്കനട്ട് ചതച്ചിടുന്നതാണ് നല്ലത്. ഫ്രഷ് കോക്കനട്ട്, അണിയൻ, ഗാർലിക്ക്, ഒരു പിഞ്ച് ജീരകം, കുറച്ച് കറി ലീഫ്, ഇത്രയും ചേർത്ത് ചതച്ചെടുത്തിരിക്കുന്നതാണിത്. ഓൾഡ് ഫാഷൻ വേയിലാണ് ചതച്ചിരിക്കുന്നത്. നമ്മുടെ അരകല്ലെ വെച്ച് നല്ല ടേസ്റ്റാണ്. തേങ്ങ ചതച്ചപ്പോൾ മുളകും മഞ്ഞളും അതിൽ ചേർത്തിരുന്നു. കൂമ്പ് തോരന് അരിഞ്ഞ മിക്സിനകത്ത് ഫ്രഷ് കോക്കനട്ടൊക്കെ ചതച്ച് ചേർത്തു. അതിനകത്ത് മഞ്ഞളും പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത്. അതും എല്ലാം കൂടെ ചേർത്ത് ചതച്ച് മിക്സ് ചെയ്തിരിക്കുകയാണ്. അരപ്പ് ചേർത്ത് മിക്സ് ചെയ്തു. ഇനി ഇങ്ങനെ ഇത് ഒന്ന് ഒതുക്കി വെച്ച് അടച്ച് കുക്ക് ചെയ്യണം. അരപ്പ് ചേർത്തപ്പോൾ അതിൽ കുറച്ച് വെള്ളം ചേർത്തിരുന്നു. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തു. പാകത്തിന് ഉപ്പും ചേർത്ത് അടച്ച് കുക്ക് ചെയ്യുക. കൂമ്പ് തോരൻ ഓൾമോസ്റ്റ് റെഡിയായി. തുറന്ന് മിക്സ് ചെയ്തു. കുറച്ച് കറി ലീഫ് കൂടി ഇട്ടിട്ടുണ്ട്. കൂമ്പ് തോരൻ റെഡിയായി. നല്ല ടേസ്റ്റുള്ള ഒരു കൂമ്പ് തോരനാണിത്. ഇത് എല്ലാവരുടെയും വാഴക്കൂട്ടത്തിൽ കൂമ്പൊക്കെ ഉണ്ടെങ്കിൽ പറിച്ച് ഒടിച്ചു കൊണ്ടുവന്ന് തോരൻ വെക്കാൻ മറക്കരുത്. ഇത് കളയരുത്. നല്ല സാധനമാണ്. വളരെ ടേസ്റ്റുള്ള ഒരു സാധനമാണ് ഈ കൂമ്പ്. താങ്ക് യു ഫോർ വാച്ചിങ്.